ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അച്ചൂസ് പിക്ചർ ജേണി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ എന്ത് വലിയ കാര്യമാണ് ഉടനെ നടക്കാൻ പോകുന്നത് എന്ന് നോക്കാനാണ്. അപ്പോൾ റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ ഈ ഒരു കാര്യം നടക്കാൻ വേണ്ടി നിങ്ങൾ ഒത്തിരി തപസ് ചെയ്താട്ടോ, ഒത്തിരി കാത്തിരുന്നായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് ഈ ഒരു കാര്യം ഇതാണ്, അതായത് ഇതിനു വേണ്ടി നിങ്ങൾ ഭയങ്കരമായിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ടിരുന്നു, പാഷനേറ്റ് ആയിട്ടിരുന്നു, ഭയങ്കരമായിട്ട് കഠിനാധ്വാനം ഇതിനു വേണ്ടി നിങ്ങൾ ചെയ്തു. ഈ ഒരു കാര്യം സക്സസ് ആയാൽ നിങ്ങളുടെ കുടുംബത്തിലുള്ള സാഹചര്യം പോലും മാറ്റാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കുമായിരുന്നു. അത്രമാത്രം നിങ്ങൾക്ക് ഈ ഒരു കാര്യത്തിൽ പ്രതീക്ഷയുണ്ടായിരുന്നു. അപ്പോൾ ഇതിനു വേണ്ടി ഒരു സപ്പോർട്ട് നിങ്ങൾ നല്ല രീതിയിൽ ആഗ്രഹിച്ചു, പക്ഷേ നിങ്ങൾക്ക് ഒരിടത്തുനിന്നും ഒരു സപ്പോർട്ട് ലഭിച്ചില്ല. പല പ്രാവശ്യവും നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെ കാര്യങ്ങൾ സംഭവിച്ചു. അതായത് ഈ ഒരു കാര്യം ഡിലേയിലോട്ട് പോയി, തടസ്സങ്ങൾ വന്നു ഈ ഒരു കാര്യത്തിൽ. അപ്പോൾ നിങ്ങൾക്ക് തോന്നി ഈ ഒരു കാര്യം എൻ്റെ ഡെസ്റ്റിനിയിലില്ലായിരിക്കാം, അതുകൊണ്ടായിരിക്കാം ഇത് ഇത്രയും ഡിലേ ആവുന്നത്, അതല്ലെങ്കിൽ തടസ്സങ്ങൾ വരുന്നത് എന്ന് നിങ്ങൾ വിശ്വസിച്ചു. കാരണം സപ്പോർട്ടും ലഭിക്കുന്നില്ല, ഡിലേ ആയി പോകുന്നു എന്നുള്ള ആ ഒരിതും. ഈ ഒരു കാര്യം എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് ആർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. അതിനുവേണ്ടി നിങ്ങൾ ഒത്തിരി ശ്രമങ്ങളും കഠിനാധ്വാനവും പരിശ്രമവും എല്ലാം ചെയ്തതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ മുന്നേ ഇതിനു വേണ്ടി എഴുതി മാനിഫെസ്റ്റേഷൻ ചെയ്തിട്ടുണ്ട്. പല പ്രാവശ്യവും നിങ്ങൾ ഈ ഒരു കാര്യം, ഈ ഒരു വിഷ് നിങ്ങൾ എഴുതി വച്ചു. എനിക്ക് ഇങ്ങനെ ഒരു വിഷ് ഉണ്ട് ദൈവമേ, ഈ ഒരു കാര്യം നടത്തി തരണം എന്നുള്ള രീതിയിൽ എഴുതി മാനിഫെസ്റ്റേഷൻ ചെയ്തു. ഇവിടെ നിങ്ങൾ ഹൃദയം കൊണ്ട് ആഗ്രഹിക്കുന്നു ആ ഒരു കാര്യം നടക്കണമെന്ന്. പക്ഷേ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യത്തിൽ ഒത്തിരി ആൾക്കാർ അതിനെ എതിർത്ത് നിന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് നമ്മളൊരു ആഗ്രഹം പറയുമ്പോൾ എതിർക്കുന്നവർ കൂടുതലും സപ്പോർട്ട് ചെയ്യുന്നവർ കുറവായിരിക്കത്തില്ല. അതേപോലെ നിങ്ങളുടെ ഭാഗത്ത് സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, എതിർക്കുന്നവരായിരുന്നു കൂടുതലും ഉണ്ടായിരുന്നത്. ചിലപ്പോൾ ഈ ഒരു വിഷിനെ കുറിച്ച് ചിന്തിക്കുമ്പോഴെല്ലാം ബ്ലൂ കളർ നിങ്ങൾക്ക് കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നുണ്ടായിരിക്കാം. ബ്ലൂ കളർ ചിത്രശലഭം നിങ്ങളുടെ അടുത്ത് അല്ലെങ്കിൽ ചുറ്റിലും ഇങ്ങനെ പറക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരിക്കാം. ഇവിടെ എന്തായാലും ആരൊക്കെ ഡിലേ ആക്കാൻ നോക്കിയാലും എന്തൊക്കെ തടസ്സങ്ങൾ ഉണ്ടായാലും ഈ ഒരു കാര്യം നിങ്ങൾക്ക് നടക്കുക തന്നെ ചെയ്യും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഈ ഒരു കാര്യമെന്ന് പറയുന്നത് നിങ്ങളുടെ ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമായിരിക്കാം, ഇല്ല എങ്കിൽ നിങ്ങളുടെ ഡ്രീം ആയിട്ടുള്ള എന്തെങ്കിലും പ്രോജക്റ്റ് ആയിരിക്കാം. ഡ്രീമായിട്ട് നിങ്ങൾ എന്തൊക്കെയോ ആ ഡ്രീം നിങ്ങൾക്കുണ്ട്, അതിലെത്താൻ വേണ്ടിയുള്ള ഒരു കാര്യമായിരിക്കാം. ഇവിടെ നിങ്ങൾക്ക് 92% അല്ലെങ്കിൽ 90% ഒരു ബിലീവുണ്ട്. ഈ ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങളുടെ വിലപ്പെട്ട സമയവും കഠിനാധ്വാനവും നിങ്ങളുടെ പൈസയാണെങ്കിലും എന്ത് ഇൻവെസ്റ്റ്മെൻറ്റ് ഇതിൽ വേണ്ടി ചെയ്താലും തിരികെ നിങ്ങൾക്ക് ലാഭം മാത്രമേ കിട്ടത്തുള്ളൂ എന്നുള്ള ആ ഒരു വിശ്വാസം നിങ്ങൾക്ക് ഉള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ആരുടെ സപ്പോർട്ട് ഇല്ലെങ്കിലും നിങ്ങൾ അതിനുവേണ്ടി നല്ല രീതിയിൽ പ്രയത്നിക്കുന്നുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. മറ്റുള്ളവർ വിചാരിക്കുന്നത് നിങ്ങൾ ഫ്രീ ആയിട്ടിരിക്കുകയാണ്, നിങ്ങൾക്ക് സമയത്തിൻ്റെ വാല്യൂ ഇല്ല, നിങ്ങൾ ജീവിതത്തിൽ ഒന്നും ചെയ്യാൻ ശ്രമിക്കുന്നില്ല എന്നാണ്. പക്ഷേ നിങ്ങൾ കഠിനാധ്വാനവും എല്ലാം ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്കറിയാം. ഇവിടെ നിങ്ങൾ ഇതിനു വേണ്ടി ഇത്രമാത്രം ശ്രമിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, നിങ്ങളുടെ കുടുംബത്തിന് നല്ലൊരു ജീവിതം കൊടുക്കാൻ വേണ്ടി, നിങ്ങളുടെ കുടുംബത്തിൽ നല്ല ഒരു പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസ് കൊണ്ടുവരുവാൻ വേണ്ടിയുമാണ്. ഇവിടെ നിങ്ങൾക്കിപ്പോൾ ഒരു ജോലിയില്ല, നിങ്ങൾ ഫ്രീ ആയിട്ടിരിക്കുന്നവരാണ് എങ്കിൽ നിങ്ങളുടെ മനസ്സിലിപ്പോൾ പല പല ഐഡിയാസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് എൻ്റെ ലൈഫിലൊരു ചേഞ്ചസ് എനിക്ക് കൊണ്ടുവരണം, അതിനു വേണ്ടി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ രീതിയിലുള്ള ഐഡിയാസ് നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെയും ഒന്നും ചെയ്യാത്തവർ, അവരുടെ ഡ്രീമിലെത്താത്തവർ, അവർക്ക് അവരുടെ ആ ഒരു ഐഡിയ എന്താണോ അത് എത്താൻ സാധിക്കുകയും ആ ഒരു ഐഡിയ അനുസരിച്ച് അവരുടെ ആ ഒരു വർക്ക് സ്റ്റാർട്ട് ചെയ്യുകയും അതിൽ ഒരു സക്സസ് അവർക്ക് ലഭിക്കുകയും ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് ഇപ്പോഴും ഫ്രീ ആയിട്ടിരിക്കുന്നവരില്ല, ഒരു വർക്കും ചെയ്യാതെ. അതായത് അവർക്ക് അറിയത്തില്ല അവരുടെ കഴിവ് എന്താണ്, എന്തിലാണ് ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ദൈവം നിങ്ങളുടെ മനസ്സിൽ ഐഡിയാസ് കൊണ്ടുതരും. ആ ഐഡിയ നിങ്ങൾ നല്ല രീതിയിൽ വിനിയോഗിച്ചാൽ മതി. ഇവിടെ ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു തോട്ട് ഉണ്ട് എങ്കിൽ, അതായത് നിങ്ങളുടെ പുതിയ ഒരു വർക്ക് റിലേറ്റഡ് ആയിട്ട്, പുതിയ ബിസിനസ് റിലേറ്റഡ് ആയിട്ട്, പുതിയ ജോബ് റിലേറ്റഡ് ആയിട്ട് എന്തായിക്കൊള്ളട്ടെ ആ തോട്ട്, അത് റിയാലിറ്റി ആക്കാനുള്ള ശരിയായ സമയം വന്നിരിക്കുകയാണ് എന്നാണ് ഈശ്വരൻ നിങ്ങളോട് പറയുന്നത്. ഇവിടെ നിങ്ങൾ എടുക്കുന്ന ആ ഒരു ആക്ഷൻ കണ്ടിട്ട് കുറേ ആൾക്കാർക്ക് ഗിൽറ്റ് ഉണ്ടാവും. കാരണം അവർക്ക് പോലും ഇങ്ങനെ ഒരു ആക്ഷൻ എടുക്കാൻ സാധിച്ചില്ലല്ലോ എന്നാലോചിച്ച്.
ഇവിടെ ചില ആൾക്കാർക്ക് ഇങ്ങനെ ഒരു വിഷമമുണ്ട്. ആരും അവരെ മനസ്സിലാക്കുന്നില്ല. അവർ എത്ര കഠിനാധ്വാനം ചെയ്തിട്ടും കുടുംബത്തിലുള്ളവരാവട്ടെ, ഫ്രണ്ട് സർക്കിളുള്ളവരാവട്ടെ, ആരും മനസ്സിലാക്കുന്നില്ല. അതൊരു വലിയൊരു വിഷമമാണ്. നിങ്ങൾ ഒന്നും ആലോചിച്ച് വിഷമിക്കേണ്ട. നിങ്ങൾ എന്താണെന്ന് ഈശ്വരനറിയും. ഈശ്വരൻ നിങ്ങളെ മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങൾ കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കുക. ഈ മനസ്സിലാക്കാത്ത ആൾക്കാർ നിങ്ങളുടെ ആ ഒരു സക്സസ് കാണുമ്പോൾ ഉറപ്പായിട്ടും നിങ്ങളെ ഒരു ദിവസം മനസ്സിലാക്കുക തന്നെ ചെയ്യും. ഈ രീതിയിൽ നിങ്ങൾ മുന്നോട്ട് പോവുക. ഇവിടെ എന്തായാലും നിങ്ങളുടെ മനസ്സിൽ ഒരു തയ്യാറെടുപ്പ് ഉണ്ടാവുകയാണ് എന്തോ ഒരു കാര്യത്തെ പൂർണ്ണമാക്കാൻ വേണ്ടി. അങ്ങനെയുള്ള തോട്ട്സ് നിങ്ങളുടെ മനസ്സിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഭയങ്കര പാഷനേറ്റീവായിട്ടാണ് ഉള്ളത്. കാരണം നിങ്ങൾക്ക് ആ ഒരു കാര്യം എന്തായാലും പൂർണ്ണമാക്കുക തന്നെ വേണം എന്നുള്ള രീതിയിൽ. നിങ്ങളുടെ ഹൃദയം എന്താണോ നിങ്ങളോട് പറയുന്നത് അത് നിങ്ങൾ കേൾക്കുക. ഇവിടെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക. തിരിച്ച് നിങ്ങൾക്ക് ലഭിക്കുന്നത് നല്ലൊരു ലാഭമാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും അതിൽ ഇൻവെസ്റ്റ് ചെയ്യുക. ഇവിടെ നിങ്ങളുടെ മുന്നിൽ 2 ജോലിയുണ്ട്. ആ 2 ജോലിയിൽ നിങ്ങൾക്ക് തോന്നുന്നത് ഈ ഒരു കാര്യത്തിൽ ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്യാം, കഠിനാധ്വാനം കൊടുക്കാം, ഇതിലെനിക്ക് വിജയിക്കാൻ സാധിക്കും എന്നാണ് നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് പറയുന്നതെങ്കിൽ അങ്ങനെ ചെയ്യുക. ഇവിടെ നിങ്ങൾ ഇങ്ങനൊരു വൃക്ഷത്തെ ഉണ്ടാക്കും. ആ ഒരു വൃക്ഷത്തിൽ വരുന്ന ആ ഒരു ഫലം നിങ്ങൾക്ക് ലൈഫ് ടൈം കഴിക്കാൻ സാധിക്കും. ആ രീതിയിലുള്ളൊരു വൃക്ഷമായിരിക്കും നിങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഇവിടെ നിങ്ങളുടെ കുടുംബക്കാർ പോലും നിങ്ങളെ ആലോചിച്ച് അഭിമാനിക്കും. കാരണം അവർ ഒരിക്കലും സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടുണ്ടാവത്തില്ല നിങ്ങൾക്ക് ഈ രീതിയിലൊരു മാറ്റം ഉണ്ടാകുമെന്ന്. ഇവിടെ റിലേഷൻഷിപ്പ് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും പ്രോബ്ലം നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു പ്രശ്നവും ദൂരെ മാറി പോകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അപ്പോൾ ഏകാന്തപ്രിയരായിട്ട് നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചിന്തിക്കും. ആ ഒരു ചിന്തിക്കുന്ന കാര്യങ്ങൾ നിങ്ങളെ സക്സസ്സിലേക്ക് കൊണ്ടുപോകും എന്നാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ ഒരിക്കലും ഒറ്റപ്പെടലിരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ നിങ്ങളുടെ സിറ്റുവേഷനാണ് നിങ്ങളെ ഒറ്റപ്പെടുത്തുന്നത്. അങ്ങനെ ഒറ്റപ്പെടൽ അനുഭവിക്കുമ്പോഴാണ് ഒരു വ്യക്തിക്ക് തെറ്റേത് ശരിയേതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിങ്ങളുടെ ബുദ്ധി നല്ല രീതിയിലാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ബുദ്ധിയുടെ മേൽ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ചോദിക്കരുത്. നിങ്ങളുടെ ബുദ്ധി നല്ലതല്ല, നിങ്ങൾക്ക് ബുദ്ധിയില്ല, അങ്ങനെ ഒരിക്കലും പറയരുത്. ഇവിടെ നിങ്ങളെ എതിർക്കാൻ വേണ്ടി ഒത്തിരി ആൾക്കാരുണ്ട്. ഒരു കൂട്ടം ആൾക്കാർ നിങ്ങൾക്ക് എതിരായിട്ടുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കാരണം ഒരു വ്യക്തി നല്ലത് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അതിനെ എതിർക്കാൻ വേണ്ടി ഒത്തിരി ആൾക്കാർ ഉണ്ടാകും. പറയുന്നത് നിങ്ങളുടെ പേഴ്സണൽ ലൈഫ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യവും ഇങ്ങനെയുള്ള ആൾക്കാരോട് പറയാൻ പോകരുത്. അങ്ങനെ നിങ്ങൾ ചെയ്താൽ മാത്രമേ നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. ഇവിടെ ഈ ഒരു കാര്യത്തിൽ ഇവർ ഉറപ്പായിട്ടും തടസ്സങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കും. പക്ഷേ നിങ്ങൾ കുറച്ചൊന്ന് അവെയറായിട്ടിരിക്കുക ഇങ്ങനെയുള്ള ആൾക്കാരിൽ നിന്ന്. കാരണം പോസിറ്റിവിറ്റി എവിടെയുണ്ടോ അവിടെ നെഗറ്റിവിറ്റിയും ഉണ്ട്. നിങ്ങളുടെ ആ ഒരു പാറ്റേൺ എങ്ങനെയെന്ന് വെച്ചാൽ നിങ്ങളുടെ എന്തെങ്കിലും ഒരു കാര്യം നടക്കാൻ പോകുന്നു എന്ന് വിചാരിക്കുമ്പോഴായിരിക്കും ആ കാര്യം നടക്കാതെ പോകുന്നത്. എന്തെങ്കിലും ഒരു ഡിലേ വരും, അല്ലെങ്കിൽ എന്തെങ്കിലും തടസ്സം അവിടെ ഉണ്ടാകും. എപ്പോഴും ആ ഒരു പാറ്റേണാണ് നിങ്ങൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം എപ്പോഴും നിങ്ങളുടെ ഈ ഒരു ജോലിയിൽ നിന്ന് നിങ്ങളുടെ ശ്രദ്ധ തിരിപ്പിക്കാൻ വേണ്ടി പല തടസ്സങ്ങളും ആൾക്കാർ സൃഷ്ടിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. പല പ്രാവശ്യവും നിങ്ങൾ ഈ ഒരു കാര്യം സൈഡിൽ വെച്ചിട്ട് വേറെ കാര്യങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ കൊടുത്തായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ ഇപ്രാവശ്യവും നെഗറ്റിവിറ്റി പൂർണ്ണമായിട്ടും അതിൻ്റെ ആ ഒരു ശക്തി പ്രയോഗിച്ച് ഈ ഒരു കാര്യത്തെ തടസ്സപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കാരണം നെഗറ്റീവായിട്ടുള്ള ശക്തി വിചാരിക്കുന്ന നിങ്ങൾ ഒരിക്കലും ഈ ഒരു ജോലി ചെയ്യാൻ പാടില്ല എന്നാണ്. പക്ഷേ ഇങ്ങനെയുള്ള ആൾക്കാരെ സാഹസികമായിട്ട് നിങ്ങൾ നേരിടുകയാണെങ്കിൽ നിങ്ങൾക്ക് ജീവിതകാലം മുഴുവനും സന്തോഷിക്കാനുള്ള ആ രീതിയിലുള്ള സന്തോഷം ഈ ഒരു കാര്യത്തിൽ നിന്ന് ലഭിക്കുക തന്നെ ചെയ്യും. ഇനി നിങ്ങളുടെ ലൈഫിൽ എന്ത് സംഭവിക്കുന്നുണ്ടെങ്കിലും അത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടായിരിക്കും. നിങ്ങൾക്ക് ഒരിക്കലും പ്രതീക്ഷ പോലും ഉണ്ടാവത്തില്ല. അങ്ങനെയായിരിക്കും നിങ്ങളുടെ ലൈഫിൽ പല കാര്യങ്ങളും സംഭവിക്കുന്നത്. ഇവിടെ എത്രത്തോളം നിങ്ങൾ നിങ്ങളുടെ എനർജിയെ പോസിറ്റീവാക്കി മാറ്റുമോ അത്രത്തോളം സന്തോഷം ആകർഷിക്കാനുള്ള ഒരു ആളായി നിങ്ങൾ മാറുന്നതാണ്. ഇവിടെ സന്തോഷം ഉറപ്പായിട്ടും നിങ്ങളുടെ ലൈഫിൽ വരിക തന്നെ ചെയ്യും. കാരണം സന്തോഷം ആകർഷിക്കാനുള്ള ഒരു എനർജി നിങ്ങളുടെ ഉള്ളിലുണ്ട്. ഇവിടെ നിങ്ങൾക്ക് മാരേജ് റിലേറ്റഡ് ആയിട്ട് എന്തോ ഒരു ടെൻഷൻ ഉള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ചിലപ്പോൾ മാരേജിൽ ഇവർ എന്തെങ്കിലും ഇങ്ങനെയുള്ള ആൾക്കാർ എന്തെങ്കിലും തടസ്സം സൃഷ്ടിക്കുന്നുണ്ടായിരിക്കാം. ഇല്ലെങ്കിൽ നിങ്ങളുടെ മക്കളെ മാരേജിൽ എന്തെങ്കിലും തടസ്സം സൃഷ്ടിക്കുന്നുണ്ടായിരിക്കാം. ഇല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലുള്ള ആരുടെയോ മാരേജിൽ ഇങ്ങനെയുള്ള ആൾക്കാർ തടസ്സം സൃഷ്ടിക്കുന്നുണ്ടായിരിക്കാം. അതായത് മാരേജ് എങ്ങനെ നടക്കും, എല്ലാം നേരെ രീതിയിലാകുമോ എന്നൊക്കെയുള്ള പേടി നിങ്ങൾക്കുണ്ട്.
നിങ്ങൾക്ക് എപ്പോഴും പേടിയാണ് ആരെങ്കിലും തടസ്സം ചെയ്യാൻ ശ്രമിക്കുമോ നിങ്ങളുടെ ആ ഒരു മാരേജ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യത്തിലോ, അല്ലെങ്കിൽ നിങ്ങളുടെ ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യത്തിലോ, നിങ്ങളുടെ ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യത്തിലോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഡ്രീം പ്രോജക്റ്റ് എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം അതിൽ. പക്ഷേ ഇവിടെ ഉറപ്പായിട്ടും ഒരു പ്രാവശ്യം ഇവർ തടസ്സം ചെയ്യാൻ ശ്രമിക്കുമെന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. കാരണം നെഗറ്റിവിറ്റി പൂർണ്ണമായിട്ടും ശ്രമിക്കും നിങ്ങളുടെ ആ ഒരു കാര്യത്തിൽ തടസ്സം സൃഷ്ടിക്കാൻ വേണ്ടി. എന്നിട്ട് പിന്നെ നിങ്ങൾക്ക് സക്സസ് ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഒരു പ്രാവശ്യം ഇവർ തടസ്സം ചെയ്യാൻ ശ്രമിക്കും. കാരണം ഒരു വ്യക്തിയല്ല ഇത്, 4-5 വ്യക്തികളുടെ ഒരു കൂട്ടമായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കാരണം നിങ്ങളുടെ മനസ്സിൽ വിഷമം കൊണ്ടുവരിക, അങ്ങനെ വിഷമിച്ച് നിങ്ങൾ എല്ലാം അവസാനിപ്പിക്കുക. അതായത് ഇനി ഒന്നും ചെയ്യുന്നില്ല, ഞാൻ എല്ലാം അവസാനിപ്പിക്കുന്നു, അല്ലെങ്കിൽ മാരേജ് വിഘ്നം നടന്ന ഞാൻ ഇനി മാരേജേ ചെയ്യുന്നില്ല എന്നൊക്കെ ഓരോരുത്തർ തീരുമാനം എടുക്കത്തില്ലേ, അതേപോലെ നിങ്ങളെ കൊണ്ടെത്തിക്കുക. അതാണ് ഇവർ നോക്കുന്നത്. ഇവിടെ ഈ ഒരു വ്യക്തികൾ എത്ര തന്നെ തടസ്സം ചെയ്യാൻ ശ്രമിച്ചാലും നിങ്ങൾക്ക് സിറ്റുവേഷൻസ് മനസ്സിലാകും. ഈ ഒരു സിറ്റുവേഷനിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത്, എൻ്റെ ഭാഗത്ത് നിന്ന് ഞാൻ എന്ത് ആക്ഷനാണ് എടുക്കേണ്ടത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാകുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾ എന്ത് കാര്യമാണോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ പൈസ എന്തെങ്കിലും ഭൂമിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നതോ, അല്ല എങ്കിൽ നിങ്ങൾ എന്തെങ്കിലും നല്ല കാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടോ, എന്തായിക്കൊള്ളട്ടെ, ബിസിനസ് ആയിക്കൊള്ളട്ടെ, എന്തായിക്കൊള്ളട്ടെ, അതിൽ നിങ്ങൾക്ക് ഒരു സപ്പോർട്ട് ലഭിക്കാതെ നിങ്ങൾ ആ ഒരു കാര്യം അവിടെ വച്ച് മതിയാക്കണം എന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത്. പക്ഷേ നിങ്ങളുടെ ഭാഗത്ത് ദൈവത്തിൻ്റെ ആ ഒരു പ്രൊട്ടക്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ ഒരു സപ്പോർട്ടും ഇല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് നല്ല രീതിയിൽ വിജയിക്കാൻ സാധിക്കുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇങ്ങനെ ഒരു സപ്പോർട്ടും ഇല്ലാതെ നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഒരു അഭിമാനം, ഒരു കോൺഫിഡൻസ് വരും. കണ്ടോ, എനിക്ക് ആരുടെയും സപ്പോർട്ട് ഇല്ലെങ്കിലും ഞാൻ ഒറ്റയ്ക്ക് ചെയ്ത് കാണിച്ചില്ലേ എന്നുള്ള ആ ഒരു തോന്നൽ നിങ്ങൾക്കുണ്ടാവും. ഇവിടെ നിങ്ങൾ വീട് വാങ്ങിക്കുന്നതിനെക്കുറിച്ച് അല്ലെങ്കിൽ സ്ഥലം വാങ്ങിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ നിങ്ങൾ എന്തായാലും ഒരു വസ്തു അല്ലെങ്കിൽ വീട് വാങ്ങിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങൾ ഈ ഒരു തീരുമാനം എടുത്താൽ നിങ്ങൾ വിജയിച്ചു എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്. ഇവിടെ നിങ്ങൾ ഒരു വസ്തു വാങ്ങിച്ചിട്ട് ആ ഒരു വസ്തുവിൽ എന്തെങ്കിലും ബിസിനസ്, അല്ലെങ്കിൽ ആ ഒരു വസ്തുവിനെ എന്തെങ്കിലും ഫാക്ടറിയുടെ രൂപത്തിൽ മാറ്റുക, അങ്ങനെ എന്തോ ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ നിങ്ങൾ ഇന്നത്തേക്ക് മാത്രമല്ല ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്, നാളൊരു സമയത്ത് നിങ്ങൾക്ക് ഇതിൽ നിന്ന് നല്ലൊരു ലാഭം ലഭിക്കണം. അതിനു വേണ്ടിയാണ്, നാളെയും കൂടെ ചിന്തിച്ചാണ് നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ അതിനു വേണ്ടിയുള്ള പൈസയുടെ ആ ഒരു വ്യവസ്ഥയൊന്നും ആയിട്ടില്ല. പക്ഷേ നിങ്ങൾ എവിടെന്നെങ്കിലുമൊക്കെ കടം വാങ്ങിച്ചോ ലോൺ എടുത്തോ എങ്ങനെയെങ്കിലും കുറച്ച് ക്യാഷ് സ്വരൂപിച്ചിട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ നിങ്ങൾക്കൊരു പേടിയുണ്ട്, ഞാനിത് ചെയ്താൽ എനിക്കിതിൽ സക്സസ് ലഭിക്കുമോ എന്നുള്ള പേടിയുമുണ്ട്. കാരണം ഇതൊരു റിസ്ക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കുറേ ആൾക്കാർ മാറി നിൽക്കത്തേ ഉള്ളൂ. പക്ഷേ നിങ്ങൾ ആ ഒരു റിസ്ക് എടുക്കാൻ തയ്യാറായിട്ടാണ് ഇരിക്കുന്നത്. ഇങ്ങനെയുള്ള കാര്യത്തിൽ ആരും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നില്ല. പക്ഷേ നിങ്ങളുടെ അന്തരാത്മാവ് നിങ്ങളോട് പറയുന്നു ഇത് ചെയ്യാനായിട്ട്. ഇവിടെ നിങ്ങൾ ഇതിനെക്കുറിച്ച് ഭയങ്കരമായിട്ട് ഒരു വിശകലനം ചെയ്തിട്ടുണ്ട്. ഈ ഒരു കാര്യം നിങ്ങൾക്ക് നല്ലതാണോ അല്ലയോ എന്നുള്ള കാര്യത്തിൽ. അതുകൊണ്ടാണ് നിങ്ങൾ വീണ്ടും വീണ്ടും ഈ ഒരു കാര്യം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത്. ഇന്നത്തേക്ക് വേണ്ടിയല്ല, നാളത്തേക്ക് വേണ്ടി കൂടിയാണ് നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്യുന്നത്. ഇവിടെ എന്തായാലും ഇതൊരു വസ്തു റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. എന്തോ ഒരു വസ്തു അല്ലെങ്കിൽ ഒരു വീട് നിങ്ങൾ വാങ്ങിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇത് ഒരു വലിയ റിസ്ക് ആണ്. എന്നിട്ട് പോലും നിങ്ങൾ ആ ഒരു റിസ്ക് എടുക്കാൻ തയ്യാറായിട്ടാണ് ഇരിക്കുന്നത്. ഇവിടെ ഈ ഒരു വസ്തു മാത്രമല്ല, അതിന് മുന്നോട്ടുള്ള കാര്യങ്ങൾ, ഭാവിയുടെ കാര്യങ്ങൾ എല്ലാം നിങ്ങൾ ചിന്തിച്ച് വച്ചിട്ടുണ്ട്. ഈ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ട്രസ്റ്റ് ഉണ്ട്. പക്ഷേ നിങ്ങളുടെ കൂടെ ഉള്ള ആൾക്കാർക്ക് ആർക്കും ട്രസ്റ്റ് ഇല്ല ഈ ഒരു കാര്യത്തിൽ. ഇവിടെ എന്താണെങ്കിലും നിങ്ങൾ ചിന്തിക്കുന്നത്, പ്ലാൻ ചെയ്തത് വളരെ ആഴത്തിൽ ചിന്തിച്ച് പ്ലാൻ ചെയ്ത് തീരുമാനം എടുക്കൂ. ഇതിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും സക്സസ് ലഭിക്കുക തന്നെ ചെയ്യും മുന്നോട്ട് പോയിട്ട്. ഇവിടെ ഈ ഒരു സമയം നിങ്ങളുടെ ആ ഒരു തോട്ട് വളരെ നല്ലതായിട്ട് പോകും എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ കുടുംബത്തിലുള്ളവർ നിങ്ങളോട് ഇങ്ങനെ പറയും, അതായത് എന്ത് തീരുമാനം നിങ്ങൾ എടുത്തോളൂ, പക്ഷെ അതിൽ ലാസ്റ്റ് നഷ്ടം സംഭവിക്കുകയാണെങ്കിൽ നമ്മളെ പറയരുത്. നിങ്ങളുടെ തീരുമാനം നിങ്ങൾ ആ ഒരു നഷ്ടം സഹിക്കുക തന്നെ വേണം. ആ രീതിയിലും നിങ്ങളോട് പറയുന്നതായിട്ട് കാണാൻ സാധിക്കും. നിങ്ങളുടെ കുടുംബത്തിലുള്ളവർ അങ്ങനെയും നിങ്ങളെ വിഷമിപ്പിച്ച് ഒറ്റപ്പെടുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. ഇവിടെ നിങ്ങൾ ആരൊക്കെ തടസ്സം ചെയ്യാൻ ശ്രമിച്ചാലും നിങ്ങൾ ആ ഒരു തടസ്സത്തിൽ വീണ് പോകത്തില്ല. കാരണം നിങ്ങളുടെ ആ ഒരു തോട്ട് ക്ലിയർ ആണ്. അതുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോവുക തന്നെ ചെയ്യുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്.
ഈ ഒരു അവസരം നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇനിയും എനിക്ക് ചിലപ്പോൾ ഒരു അവസരം ലഭിക്കണമെന്നില്ല. അതുകൊണ്ട് ഞാൻ ഈ ഒരു അവസരത്തെ ഒരു ഉറപ്പായിട്ടും കൈവിട്ട് കളയത്തില്ല. കാരണം സ്ഥിതികൾ നിങ്ങൾക്ക് ഫേവറായിട്ടല്ല ഉള്ളത്. എല്ലാവരും നിങ്ങളെ എതിർക്കുകയാണ്. നിങ്ങൾ ഒരാൾ മാത്രമാണ് ഈ ഒരു തോട്ട്സുമായിട്ട് മുന്നോട്ട് പോകുന്നത്. ഇവിടെ നിങ്ങളെ മെൻ്റലി ആൾക്കാർ തളർത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നിങ്ങൾ ഈ ഒരു കാര്യത്തിൽ നിന്ന് നിങ്ങളുടെ ഫോക്കസ് കളയണം. പക്ഷേ നിങ്ങളാണെങ്കിൽ ഇതിൽ തന്നെ ഫോക്കസ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഈ ഒരു അവസരം കൈവിട്ട് കളയാൻ പറ്റത്തില്ല. എനിക്കിതുമായിട്ട് മുന്നോട്ട് പോകണം എന്നുള്ള രീതിയിൽ. ഇവിടെ നിങ്ങൾ വിചാരിക്കുന്ന ആരും എന്നെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ എനിക്ക് കുഴപ്പമില്ല. ഞാൻ എന്നെ തന്നെ സപ്പോർട്ട് ചെയ്യും എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്. ഇവിടെ പല രീതിയിലുള്ള അപമാനിക്കുന്ന രീതിയിലുള്ള അപശബ്ദങ്ങൾ നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. നിങ്ങളെ അപമാനിക്കുന്ന രീതിയിലുള്ള. പക്ഷെ നിങ്ങൾ അതിലൊന്നും ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട. നിങ്ങൾ ഈ ഒരു വർക്ക് എന്താണോ അതുമായിട്ട് മുന്നോട്ട് പോവുക. നിങ്ങളുടെ ആഗ്രഹം എന്താണോ അതുമായിട്ട് മുന്നോട്ട് പോവുക. ഇവിടെ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നിങ്ങൾ കൂടുതലായിട്ട് ദേഷ്യം കാണിക്കാൻ പോലും നിങ്ങളുടെ റിയാക്ഷൻ കൂടുതലായിട്ട് അങ്ങോട്ടും ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറഞ്ഞത്. ഈ ഒരു സമയം നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനൊരു വാക്കായിരിക്കും എപ്പോഴും ഉണ്ടാവുക. എനിക്ക് സ്വയം എന്നെ സഹായിക്കാനും പറ്റുന്നില്ല, മറ്റുള്ളവർ എന്നെ സഹായിക്കുന്നുമില്ല. എന്തോന്നവസ്ഥയാണിത് എന്ന് നിങ്ങൾ ചിന്തിക്കും. ഇവിടെ എന്ത് കാര്യമായിക്കൊള്ളട്ടെ, നിങ്ങൾ ചിന്തിച്ച് വച്ചിരിക്കുന്ന ആ ഒരു കാര്യം നിങ്ങൾ നല്ല രീതിയിൽ ചെയ്യും എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ മനസ്സ് എങ്ങനെ വർക്ക് ചെയ്യുമെന്ന് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്, രണ്ട് വ്യക്തികൾ എങ്ങനെയാണോ മനസ്സുകൊണ്ട് വർക്ക് ചെയ്യുന്നത് അത്രയും ശക്തി നിങ്ങൾക്ക് ഒരാൾക്ക് നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകും എന്നാണ് കാണാൻ സാധിക്കുന്നത്. കാരണം നിങ്ങളുടെ ബുദ്ധി അത്രയ്ക്ക് ഷാർപ്പായിട്ട് മാറും എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഈ ഒരു ബുദ്ധി അല്ലെങ്കിൽ ഈ ഒരു എനർജി, ശുഭതയുടെ ആ ഒരു എനർജി, ഇതെല്ലാം ഗണേശ ഭഗവാന്റെ ആ ഒരു എനർജിയെ പോലെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഗണേശൻ്റെ ആ ഒരു ഇതാണ് സിദ്ധി, ബുദ്ധി ഇതെല്ലാം നമുക്ക് തരുന്നത്. അതായത് നമ്മുടെ ലൈഫിലെ എല്ലാ തടസ്സങ്ങളും മാറ്റിയിട്ട് നമ്മുടെ ലൈഫിൽ സന്തോഷം കൊണ്ടുവരുവാനുള്ള ആ ഒരു ഡോറ് ഗണേശ ഭഗവാൻ നിങ്ങൾക്ക് വേണ്ടി തുറന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇനി നിങ്ങൾക്ക് വളരെ കളർഫുള്ളായിട്ടുള്ള ഫ്ലവേഴ്സ് കാണാൻ സാധിക്കുന്നതാണ്. അല്ലെങ്കിൽ ഒത്തിരി കളേഴ്സ് ഒരുമിച്ച് കാണാൻ സാധിക്കും. ഞാനിപ്പോൾ ഇമേജ് ഇട്ടേക്കുന്ന ആ ഒരു റെയിൻബോ പോലെ. ഇവിടെ വാണിങ്ങായിട്ട് വന്നിരിക്കുന്ന നിങ്ങളുടെ വാണിയാണ്. വാണി എന്ന് പറയുമ്പോൾ നിങ്ങൾ ചെറിയ കാര്യത്തിന് പോലും ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്ന ആ ഒരു സ്ഥിതിയില്ലേ, ആ ഒരു സംസാരം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. കാരണം ഈ ഒരു കാര്യം വീണ്ടും വീണ്ടും ഡിലേയിലാണ് ഇത്രയും നാൾ പൊയ്ക്കൊണ്ടിരുന്നത്. നിങ്ങൾ ഇനി വീണ്ടും അതിനെ ഡിലേയിലാക്കരുത്. എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതിലെത്താൻ വേണ്ടി കുറച്ചൊന്ന് നിങ്ങളുടെ ആ ഒരു സംസാരം ഒന്ന് കൺട്രോളിൽ വയ്ക്കുക. ഇപ്പോഴത്തെ ആ ഒരു സാഹചര്യം നോക്കുമ്പോൾ നിങ്ങൾ എന്താണോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതിനെക്കുറിച്ച് കുറച്ചും കൂടെ ഡീറ്റെയിൽസ് നിങ്ങൾ ശേഖരിക്കണമെന്നാണ് ഇവിടെ ഏഞ്ചൽസ് പറയുന്നത്. കാരണം ഈ ഒരു കാര്യം കുറച്ച് റിസ്കി ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പോഴത്തെ ആ ഒരു സമയം നോക്കുമ്പോൾ എല്ലാം നിങ്ങൾക്ക് സംഘർഷങ്ങളായിട്ടാണ് തോന്നുന്നത്. പക്ഷേ മുന്നോട്ട് പോയിട്ട് ഈ ഒരു സംഘർഷങ്ങളെല്ലാം നിങ്ങൾക്ക് ലാഭദായകമായി മാറുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ ഗൈഡൻസ് വന്നിരിക്കുന്നത് ഈ ഒരു ജോലി റിലേറ്റഡ് ആയിട്ട് കുറച്ചും കൂടെ ഡീറ്റെയിൽസ് നിങ്ങൾ ശേഖരിക്കുക. ഇവിടെ ചില വീഡിയോസും നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ വരും. അതായത് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ഉള്ള വീഡിയോസ് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇല്ലെങ്കിൽ ആ ഒരു വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അറിവ് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. നിങ്ങൾ സെർച്ച് ചെയ്യാതെയായിരിക്കും ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിൽ വരുന്നത്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും, ഞാനിപ്പോൾ എൻ്റെ മൈൻഡിൽ ഇതിനെക്കുറിച്ചാണല്ലോ ചിന്തിച്ചത്, അത് റിലേറ്റഡുള്ള വീഡിയോ എനിക്ക് കിട്ടിയല്ലോ എന്ന്. ഇവിടെ നിങ്ങൾക്ക് ചില സമയങ്ങളിൽ വാശിയോടെ മുന്നോട്ട് പോവേണ്ടതുണ്ട്. ആ സമയം നിങ്ങളുടെ ആ ഒരു കാൽവയ്പ് ഒരിക്കലും ഇടറാൻ പാടില്ല. ശക്തിയോടുകൂടി തന്നെ കാൽവച്ച് മുന്നോട്ട് പോവുക നിങ്ങൾ. ഇപ്പോൾ നിങ്ങൾക്ക് സപ്പോർട്ട് കിട്ടുന്നില്ല എങ്കിൽ പോലും മുന്നോട്ട് പോയിട്ട് ഒത്തിരി സപ്പോർട്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ ലഭിക്കുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് നെഗറ്റീവ് തോട്ട്സ് വരുന്നുണ്ടാകും. നെഗറ്റീവ് തോട്ട്സ് ഫസ്റ്റ് വരുന്നത് നിങ്ങളുടെ ആ ഒരു പ്രൊട്ടക്ഷൻ റിലേറ്റഡ് ആയിട്ടാണ്. നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ബുദ്ധിയിൽ ബിലീവ് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ നെഗറ്റീവ് തോട്ട്സ് നിങ്ങൾക്ക് വരുന്നത്. ഇവിടെ ഈ കാണുന്ന ഒരു വ്യക്തി ഇങ്ങനെ ചിന്തിക്കുന്നു, 2020 ശേഷം എൻ്റെ ആ ഒരു കോൺഫിഡൻസ് ലെവൽ, എൻ്റെ ആ ഒരു ബുദ്ധി എനിക്ക് ഫേവറായിട്ട് വർക്ക് ചെയ്യുന്നില്ല എന്ന്. ഇവിടെ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നത്? നിങ്ങളുടെ വിൽ പവർ എല്ലാം പോയി എന്ന്? അങ്ങനെ ഒന്നും തന്നെ ഇല്ല. നിങ്ങളുടെ ബുദ്ധി നിങ്ങൾക്ക് സപ്പോർട്ടീവായിട്ടാണ് ഉള്ളത്. ഇവിടെ നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് അതുപോലെ കാര്യങ്ങൾ നടക്കുന്നില്ല. അതിന് വിരുദ്ധമായിട്ടാണ് നടക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുന്നത്. അങ്ങനെ ഒരിക്കലും ചിന്തിക്കാൻ പോവരുത്.
ചില സമയമാകുമ്പോൾ നമ്മുടെ കോൺഫിഡൻസ് എല്ലാം തകർന്നു പോകുന്ന ഒരു അവസ്ഥ വരും നമുക്ക്. പക്ഷേ നമ്മൾ വീണ്ടും അതിനെയെല്ലാം തിരികെ കൊണ്ടുവരും. കോൺഫിഡൻസും നമ്മുടെ ആ ഒരു വിൽ പവറും എല്ലാം തിരികെ കൊണ്ടുവരും. അതേപോലെ നിങ്ങളും നിങ്ങളുടെ ആ ഒരു പോയ കോൺഫിഡൻസും ആ ഒരു വിൽ പവറും തിരികെ കൊണ്ടുവരുന്നു. അതുകൊണ്ടാണ് നിങ്ങളുടെ ആ ഒരു മൈൻഡ് ഷാർപ്പായിട്ട് പോകുന്നത്. 2 ആൾക്കാരുടെ ബുദ്ധിയാണ് നിങ്ങൾക്ക് ഒരാൾക്കുള്ളത് എന്നാണ് റീഡിങ്ങിൽ കാണാൻ സാധിക്കുന്നത്. പിന്നെ എന്തുകൊണ്ട് നിങ്ങൾക്ക് വിൽ പവർ ഇല്ല? എന്തുകൊണ്ട് നിങ്ങൾക്ക് കോൺഫിഡൻസ് ഇല്ല? ഉറപ്പായിട്ടും ഈ 2 കാര്യവും നിങ്ങൾക്ക് ഉണ്ട്. നിങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നതാണ് പ്രശ്നം. നിങ്ങൾ ചിന്തിക്കുന്ന ഇന്ന് തൊട്ട് നിർത്തുക ഇങ്ങനെ. ഇവിടെ ചില ആൾക്കാരുടെ ലൈഫിൽ 2020 ശേഷം അങ്ങനെ ഒരു അവസ്ഥ വന്നു. അവർക്കൊരു തീരുമാനം എടുക്കാൻ പോലും പറ്റാത്ത അവസ്ഥ, എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ ഇരിക്കുന്ന ഒരവസ്ഥ, ഒരു ക്രോസ് റോഡിലിരിക്കുന്ന അവസ്ഥ, അങ്ങനെയൊക്കെ ആയി. പക്ഷെ അവരതിൽ നിന്നെല്ലാം പുറത്തു വന്നു. കാരണം ജീവിതം അതാണ്. കുറച്ച് സമയത്തേക്ക് നമ്മളെ ദുഃഖത്തിൽ കൊണ്ടെത്തിക്കും. പക്ഷെ അതേ ജീവിതം നമ്മളെ വീണ്ടും സന്തോഷത്തിലേക്കും കൊണ്ടെത്തിക്കുന്നതാണ്. ഇവിടെ നിങ്ങളിൽ പല ആൾക്കാർക്കും കരിയർ റിലേറ്റഡ് ആയിട്ട് ഒരു പേടി ഉള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഒരു പേടിയും വേണ്ട, നിങ്ങളുടെ കരിയറിൽ പ്രൊട്ടക്ഷൻ ഉണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഒരു ലോസസും ഇനി നിങ്ങൾക്ക് ലൈഫിൽ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരത്തില്ല. നിങ്ങളുടെ എനർജിയുമായിട്ട് നിങ്ങൾക്ക് കണക്റ്റ് ആകാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് റീഡിങ്ങിൽ കാണാൻ സാധിച്ചത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്ന റീഡിങ്ങിലൂടെ. ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.